ഈ മഴ ഇപ്പൊ ഇങ്ങനെ പെയ്ത എന്താ ചെയ്യാ? ഇന്നും പണി ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം എന്താ വെച്ചപ്പോ എത്ര ദിവസമായി പണി ഉണ്ടായിട്ട് എന്താ ചെയ്യാ? പള്ളി കമ്മിറ്റിക്കാർ ഞാൻ പൈസയും കൊടുത്തിട്ടില്ല, പള്ളിക്കലെ പൈസയും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഒരു പിരിവേര് പോയി നോക്കട്ടെ. ആ മൊയ്ത് പണിക്ക് വിളിച്ചിട്ടുണ്ട്, പോയി നോക്കട്ടെ. ഞാൻ പോകട്ടെ, വയലാച്ചവാ. ഇന്നെങ്കിലും ഒരു പണി ഉണ്ടായാൽ മതിയായിരുന്നു. കുറെ ദിവസമായി ഇപ്പൊ ഈ മഴ ആയിട്ട് പണിയില്ല. പോയി നോക്കട്ടെ. ഇന്നലത്തെ പണി തന്നെ സേഫായി. എന്തെങ്കിലും ഒരു പണി ഉണ്ടായാൽ മതിയേനി. ഹനീഫക്ക, ഇന്ന് പണി ഉണ്ടാ? പണിയൊന്നും കിട്ടിയില്ല. നിങ്ങൾ ഒരു പണി ഉണ്ടായിരുന്നു പോരണ. ഞാനിപ്പോ ബസ് സ്റ്റാൻഡിലിപ്പോ അവിടെ ഒക്കെ അന്വേഷിച്ച് വരികയാണ്. അവിടെ ഒറ്റ ബംഗാളികളും ഇല്ല, തമിഴന്മാരും ഇല്ല. ഞാൻ ഇപ്പൊ ഒരാളെ കിട്ടാൻ വേണ്ടി നേരം വെളുക്കുമ്പോ ഞാൻ ഇറങ്ങിയതാണ്. ഒരാളും കിട്ടാനില്ല. അപ്പൊ നമുക്ക് ഇവിടെ മൊയ്തുൻ്റെ കൂടെ ലേശം പണി ഉണ്ടായിരുന്നു. നിങ്ങൾ പോരണ? മൊയ്തുവിൻ്റെ കൂടെ ഒരു കാറ്റെള്ളും കൂടി കിട്ടൂല അവിടെ. അതൊന്നും നിങ്ങൾ അറിയണ്ട. മൊയ്ത് വിളിച്ചിട്ടുണ്ടത് ഇന്നേന് ഞാൻ വാങ്ങിത്തരും. ബസീർ വാങ്ങിത്തരും. ബസീർ വാങ്ങിത്തരും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വെള്ളം കിട്ടായോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ ആൾക്കാർ കൊണ്ടാ. മൊയ്തുവിനെ കൊണ്ട് വേറൊരു സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതൊരു പണി വേറെ ഉണ്ട്. ആ ബസ്സിനോട് ഞാൻ പണിക്ക് പറഞ്ഞിന്. ഇതുപോലെ ഓനെ കാണില്ല. ഓനിപ്പൊന്ന് ഒരാൾ കൊണ്ട് വരാന്ന് പറഞ്ഞാൽ എത്ര നേരമായിപ്പത്? 7 മണി കഴിഞ്ഞ് ഇനി ഓന് 1 മണിയാ പോകും വേണ്ടി വരും. എന്താ അങ്ങനെ ചെയ്യ? ഒരു പണിക്കാരെ കിട്ടണ്ടേ? അതെല്ലാം പേരുണ്ട കാര്യം. ബസ്സിന്റെ ഒപ്പം എരപ്പളി ഉണ്ട്. ഓർന്നപ്പോ കിട്ടിയാവാ അല്ല മോങ്ങത്തിന്റെ ഓർന്ന് വലിച്ചോണ്ടിരിക്കാരാ. ആ പണി എടുക്കുക പഠിച്ചാ കണ്ട്. പണിയോ? പണിപ്പോ ഈ കവുങ്ങ തുറക്കാ വളമ്പോട്ട് എത്ര ഉള്ളൂ. ഞാൻ പിന്നെ ചായ കൊണ്ടുവരും. ചായ ഞാൻ കൊണ്ടുവരാന്ന്. ഞങ്ങള് സ്വീപ്പായിരുന്നു. അല്ല ഞാൻ കൊണ്ടുവരും. നല്ല വൃത്തിയായി പണിട്ടോ. അതൊക്കെ പിന്നെ ആടാടെ പണിക്ക് വിളിച്ചാ എന്റെ പണി ഞാൻ കുറെ കണ്ടതാണ്. അവിടെ പറയുന്നത് നല്ല പണി എടുത്തോ, കൂലിട്ടുള്ളൂ. കാണിച്ചു തരാം. ബസ്സിനെ പേടി. അപ്പൊ മുമ്പനെ തലഞ്ഞാത്ത തെങ്ങിന് തടന്നോണ്ട് വളമട്ടാണോ? അതൊരു ചായ കുറച്ചതിന് കൊണ്ടുകൊടുക്കാം. ഇപ്പൊ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാല് മഴയാണ് വരുന്നത്. മൂത്രം പോത്തിയാലും ചായ വല്ലാതെ കൊടുത്താല് ആ ചെങ്ങായി എനിക്ക് കൊത്തിരിട്ടാ. ചെങ്ങായിനെ അറിയില്ലേ? നേരത്തെ പറഞ്ഞു കേട്ടില്ലേ? പണി വൃത്തിയായിക്കോട്ടെ. ചെങ്ങായി ഇപ്പൊ വരും. ഈ കഴിഞ്ഞില്ലേ ദിവസം കണ്ട് വരും. അപ്പൊ അതിനകത്ത് കഴിയണം. ചായ കൊണ്ട് വരുമോ? ചായ കൊണ്ട് വരുമോ? വരാൻ തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് കിട്ടിയ ഞാനേ മൂത്രം ഒഴിച്ചാണ്ട് വരാം. ആ ചെങ്ങായി ഇപ്പൊ വരൂട്ടാ. എല്ലാം മറ്റോന്തേ അന്റെ അപ്പുള്ളോ? ആ ചെങ്ങായി മൂത്രം ഒഴിക്കാൻ പോയതാണ്. അപ്പഴും മൂത്രം തന്നെയാണ്. മൂത്രം ഒഴിക്കാൻ പറഞ്ഞാൽ ഈ മഴ ആവുമ്പോള് മൂത്രം ഒഴിക്കാൻ മുട്ടി എന്റെ ടൈപ്പ് പോയിട്ട് ഞാൻ കൊണ്ടിട്ടുള്ളൂ. നിറച്ചാട്ടെ. ഇതൊന്ന് കുടിച്ചാണി, ഇതൊന്ന് കുടിച്ചാണി, കുടിച്ചാണി. കുടിച്ചേ കുടിച്ചോടി കുടിച്ചോടി ഇട്ടോടി. ഇങ്ങോട്ട് 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 ഇവിടെ അവിടെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കൊട്ട കൊട്ട ഇങ്ങോട്ട് കൊണ്ടുവരി, ഇങ്ങോട്ട് കൊണ്ടുവരി കൊട്ട. ഇവിടെ കൊണ്ടുവരി നിങ്ങളെ. നിങ്ങൾ തെത്താ അത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് പെരിങ്ങളെ, ഇങ്ങോട്ട് പെരിങ്ങളെ, ഇങ്ങോട്ട് പെരി. ഇങ്ങോട്ട് പെരി. ഇതാണ് കൊണ്ടേടി. അവിടെ അവിടെ അപ്പൊ കൊട്ടയില് കുറച്ച് മണ്ണാണ്ട് കൊണ്ടുപോയിട്ട് ഇതാവോ? ഞാൻ എന്നെ പണിക്കേ ഞാൻ ഏറ്റ അവസ്ഥ ആയിപ്പോയി. ഇവിടെ ആളില്ലാഞ്ഞിട്ടല്ലേ? അതൊന്നും സാറില്ല. ഞങ്ങള് കൂലിയാ ഞങ്ങൾ ചെക്ക് തരുന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. നടക്കുകയാണ് അറുപടിയുണ്ട്. അല്ല മുദ്ര വെച്ചാ ഞാൻ ആ തന്തക്കൊരു പണി കൊടുത്തതാ. ആ ചെങ്ങായി ഇവിടെ വന്നീന്ന് മലയാളി. അല്ല ചായ ഉണ്ടെന്നോ? ചാപ്പ് കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ഇന്ന് കിട്ടൂലേ? കിട്ടൊക്കെ ചെയ്യും. നിങ്ങള് ബാക്കി കൊത്തിട്ടോട്ടാനി തീർക്കണം എന്ന് അറിഞ്ഞിട്ടുണ്ട്.
ഇത് തീർത്ത് ഒഴിവാക്കിയിട്ടാണ് കൊട്ടേണ്ട അരച്ചൂടി. കുറച്ചും കൂടി ഇടേ ഫുള്ളാക്കി കളി. മതി, ആ തണ്ടൊക്കെ അത്ര മതി. അല്ല അത് നമ്മൾ ഇതാക്കണ്ട. ചന്ത അങ്ങനെ കിട്ടി നമ്മളത് പാടി. അതിപ്പോ നമ്മൾ നോക്കേണ്ട ആവശ്യം. പള്ളി കത്തിക്കാളുണ്ട്. അതൊക്കെ കിട്ടും. അതൊക്കെ ആകെ ശരിയായി. പുതുവണങ്ങട്ട് കടിച്ചിട്ട് ഉണ്ടാറും. ആ ചങ്ങായി ഇനി എപ്പോഴാണ് വരികയെന്നാവോ? പണിയിപ്പോ വരും പൈസക്ക്. ഇതാപ്പ എന്നിട്ടാണ് കായ് കൊടുക്കാൻ. ആരുമില്ലേ? ആ വാ വാ, കൂലിയാണ്ടേ? പിന്നെ കൂലിയാണ്ടേ? ഇതിപ്പോ എത്ര? 1000. അത് 1000. അത് 10 പണി ഞാൻ അടുത്ത്. അപ്പൊ പകുതി പണി പറഞ്ഞപ്പോ അനിപ്പൊക്കെ തീരുന്നവന് പൈസ കൊടുക്കുക. ഓരോ കൊടുക്കണ്ട. എന്താണ് കാട്ടിക്കൂട്ടി വെച്ച്? എന്താ കാട്ടിക്കൂട്ടി? തലയിൽ കൊട്ട വെച്ചപ്പോ നിങ്ങള് തല നിന്റെ വിട്ടാ. അതിന് ആർക്കും ഉണ്ടെടുത്ത് അത് ഞാൻ തരുള്ളൂ. അത് 10 പണി ഞാൻ അടുത്ത്. അതിനെ മനസ്സിലാകെ കൊങ്ങിന് ഞാൻ പാസത്തിൽ പോയി വരാം. ഇതാണ് അനീപ് എന്നോട് പറഞ്ഞത്. അയാളെ പണിക്ക് ഞാൻ ഇല്ല അറിഞ്ഞത്. ഞാൻ പറഞ്ഞാണ്ട് കൊണ്ടുപോയത്. ഇനി പനീപിന്റെ അടുത്ത് വന്ന് ചൂടാവില്ല. ഞാൻ എന്താ ഇവിടെ നടത്തി കൊടുക്കുക? അല്ലല്ല, ഇനി ഞാന് ഈ മൊയ്താക്കാന്റെ പണിക്ക് ഇനി ഞാൻ വരൂല കേട്ടോ. ബഷീർ ഇനി വരൂല. ആയിക്കോട്ടെ, ഇതിപ്പോ ലാസ്റ്റ് പണിയാണ്. ആയിക്കോട്ടെ. ബഷീറ് പെരിയിലുണ്ടോ? ഞാനോട് വരാം. അനീഫാക്ക, ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? മൂപ്പരിപ്പോ മൊയ്താക്ക് ഇവിടെ വന്നിന്ന്. മൊയ്താക്ക് വന്നുകൊണ്ട് എന്നെ വിളിച്ചിക്കാണ്ട് 1000 ഉറുപ്പിക ഇവിടെ കൊടുക്കുന്നുണ്ട്. രണ്ടാൾക്കുള്ള കൂലിയാണല്ലോ. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്നോട് പറയണേ, അതിപ്പോ കൊട്ടയിൽ മണ്ണരച്ചുകൊണ്ട് ഞാനല്ല പണിയെടുത്ത് എന്റെ തലയ്ക്ക് വെച്ചിരുന്നു. മൂപ്പരിപ്പോ നമ്മള് രണ്ടാളും കൂടെ അവിടെ പണിയെടുക്കുമ്പോ മൂപ്പര് തല വെച്ച് തന്നപ്പോ കൊട്ടയിൽ മണ്ണരച്ച് കൊണ്ടുപോയിട്ട് നമ്മളെ വിറ്റ. ഞാൻ എന്നോട് എപ്പോഴും പറഞ്ഞില്ല ബഷീറ്, അയാള് ആള് ശരിയല്ലാന്ന്. എനിക്കിപ്പോ തോന്നുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതാണ് അതിന്റെ ശരിയെന്നാണ്. ഏതായാലും ഞാനൊരു പണിയില്ല, ഞാൻ മൂപ്പരെ കണ്ടാട്ടെ. കണ്ടിട്ട് ഇപ്പൊ 1000 ഉറുപ്പിക കൊണ്ട് ഇപ്പൊ രണ്ടാൾക്കും എന്തായാലും ഒക്കൂല. അപ്പൊ ഞാൻ നിങ്ങളെ വിളിക്കാം. പോയിക്കോളെ. എന്നാ ശരി.